സാൻ, CERN, സാൻ. ഇത് വന്ന് യൂറോപ്യൻ കൺട്രീസുടെ 26 യൂറോപ്യൻ കൺട്രീസുடைய കാമൺ സയൻസ് സെൻറ്റർ. യൂറോപ്യൻസ് ചില കാര്യങ്ങൾ അവരെ കണ്ട് നമ്മൾ പഠിക്കണം കേട്ടോ. നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ റിസർച്ച്, കേരളത്തിൽ പല റിസർച്ച് യൂണിറ്റുണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. ഒவ்வொரு സ്റ്റേറ്റിലെ റിസർച്ച് അത് പണം വേസ്റ്റല്ലേ? ആലോചിച്ച് നോക്ക്. ഒരു സെൻട്രൽ റിസർച്ച് മതിയല്ലോ എല്ലാത്തിനും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മതി. അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ. ഇത് ഇങ്ങനെ ഇന്ത്യയിൽ ഒരുത്താൻ പറഞ്ഞു, ഇന്ത്യയിൽ പണമുണ്ട്, ആക്ച്വലി സൂപ്പർ വെയർ മണി മാനേജ്മെൻറ്റ് ശരിയില്ല, ആവശ്യമില്ല. ഒவ்வொரு സ്റ്റേറ്റും ഇങ്ങനെ ആവശ്യമില്ല. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും. കോമൺ സബ്ജക്റ്റൊക്കെ സെൻട്രൽ അത് ഒരു മതി, ബാക്കിയെല്ലാം ഇങ്ങനെ കൊണ്ടുവരണം. അത് അവർ ആ ബുദ്ധിശാലിത്തനമായിട്ട് ജനീവ ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ 26 കൺട്രീസും ചെയ്ത് പണം കൊടുക്കും. ആ സെൻറ്ററിൽ 300 സയൻറ്റിസ്റ്റും ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അവരുടെ ഈ അജണ്ട ഇപ്പോൾ വന്ന് ഞാൻ തന്നെ ചീഫ് പേഴ്സൺ. അപ്പോൾ നിങ്ങളാണ് സയൻറ്റിസ്റ്റ്. 300 പേര് ഒരു ദിവസം യോഗം വിളിക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാൻ? നെക്സ്റ്റ് ഇയർ പ്രോജക്റ്റ് എന്താണ്? അവർ ഇൻഡിപെൻഡൻറ്റ് ബാഡി, എല്ലാ ഗവൺമെൻറ് ഇവരെ തീരുമാനിച്ച് കണ്ടിന്യൂ ഫൈൻഡിങ്സ് 26 കൺട്രിക്കും അയച്ചു കൊടുക്കുന്നത്. ശമ്പളം കൊടുക്കുന്നവരാണ്, ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത പോലെ എന്താണ് നമുക്ക് റിസർച്ച് ചെയ്യേണ്ടത് പറയൂ. ആരെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയൂ. അടുത്ത കൊല്ലം നമ്മൾ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് സബ്ജക്റ്റ് കിട്ടുന്നില്ല. നിങ്ങളെ ഇപ്പോൾ ആലോചിച്ച് നോക്ക്. പുതുതായിട്ട് അഗ്രികൾച്ചറിൽ എന്ത് കണ്ടുപിടിക്കുന്നത്? ഒരു അഗ്രികൾച്ചർ ഒരു MSc അഗ്രികൾച്ചർ ചോദിച്ചാൽ അവനക്ക് പറയാമുള്ള എല്ലാം കണ്ടുപിടിച്ച് വെച്ച് ഇന്നാണ് വിചാരിക്കാൻ. സബ്ജക്റ്റ് കിട്ടണം. അതാണ് ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ പുതിയ സബ്ജക്റ്റ് എല്ലാം ആൾറെഡി കവറഡ്. അപ്പോൾ ഇത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുത്തം പറയണം, നമുക്കൊരു കാര്യം ചെയ്യാം. ഗോഡ് എന്നുള്ള ഒരു GOD ഗോഡ് എന്നൊന്നുണ്ടല്ലോ. അവിടെ വെസ്റ്റേൺ കൺസെപ്റ്റ് G ഫോർ ജനറേഷൻ, O ഫോർ ഓപ്പറേഷൻ, D ഫോർ ഡിസ്ട്രക്ഷൻ. ഇതാണ് ഇൻ്റർനാഷണൽ. നമ്മൾ സൈബർ ഇതിൽ ഡിയും കഴിഞ്ഞൊന്നുണ്ട്. D ഫോർ ഡിസൊല്യൂഷൻ, അടുത്ത കൺസീലിംഗ് ആൻഡ് റിവീലിംഗ്. ഇതൊക്കെ സൈബർ സിദ്ധാന്തത്തിലുള്ളതാണ്. അവിടെ അപ്പോൾ ശരി, നമ്മളത് കണ്ടുപിടിക്കാം. ശരി, എങ്ങനെ അവരൊക്കെ കണ്ടുപിടിച്ചു? എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് ഉണ്ടാക്കണം, HD പൈപ്പ്. അതൊക്കെ ഞാൻ പോയി നമ്മൾ ഈ പൈപ്പ് ലൈൻ ഇടാൻ പൈപ്പ് ഹൈ ഡെൻസിറ്റി പവർ അങ്ങനെ ഭൂമിയുടെ അടുത്ത് ഒരു 300 അതിന് കൂടുതൽ ലെന്തിന് ഭൂമിയിൽ പതിച്ചിട്ട് അതിൽ നിന്നാണ് ഈ നിങ്ങൾ പറഞ്ഞ ഈ ഹൈഡ്രജൻ കൊളൈഡർ. ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അതല്ലേ നിങ്ങൾ കൂടുതൽ അറിയാമോ? ഇപ്പോൾ എല്ലാം 10 പിരിഞ്ഞു. പ്രോട്ടോണേയും 10 റഫലി അതേയും ക്ലാസ് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഇങ്ങനെ കൊലൈഡ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ കറക്റ്റാണ് അവർ കാൽക്കുലേഷൻ. ഇങ്ങനെ ഒരു സ്ക്രീന് നിങ്ങൾ ചിദംബരം നടരാജർ വിഗ്രഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേ അളവിൽ ഒരു സ്ക്രീൻ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആര് പോയാലും കാണാം. ഞാൻ കണ്ടു, നിങ്ങൾ പോയാലും കാണാം. ഫ്രീ തന്നെ അവർ എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കൊളൈഡർ വന്ന് ഇവിടെ വന്ന് അടിച്ച് ഇവിടെ വന്ന് സ്ക്രീനിൽ ആര് വരുന്നു അത് തന്നെ കടവുൾ. അത് ക്രിസ്ത്യനായിരുന്നാലും ഹിന്ദു ആയിരുന്നാലും ഏത് പ്രചാരം അത് തന്നെ സയൻറ്റിഫിക്കാ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കും. അവരുടെ പണി അതല്ലേ, അങ്ങനെയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേമാതിരി ഇവിടെ കോൺക്രീറ്റ് ബിൽഡിങ്, ഓഫീസ്, സയൻറ്റിസ്റ്റൊക്കെ ഇരിക്കുന്നത്. അവരുടെ ലാബ് അടുത്താണ്, റോഡിൻ്റെ അപ്പുറം. അത് വുഡൻ സ്ട്രക്ചർ. അവിടെയാണ് പ്രോസസ്സായി വന്ന് ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയി. പെട്ടെന്ന് നോക്കിയാൽ ആ വുഡൻ സ്ട്രക്ചർ കാണാതായി. എന്തോന്ന് എരിഞ്ഞു പോയില്ല, എരിഞ്ഞാൽ പുകയൊക്കെ ഉണ്ടാകുമല്ലോ. പെട്ടെന്ന് കാണാതായി. എന്താടാ ഇത് കാണാതായി? പുകയില്ല, ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെയാണ് അവർ കണ്ടുപിടിച്ചു ഡ്യൂ ടു സം 2 ലക്ഷം ഡിഗ്രി സെൻറ്റിഗ്രേഡിന് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസായി. അപ്പോൾ 2 ലക്ഷം ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഹീറ്റ് പ്രൊഡ്യൂസ് അവിടെ എരിയാൻ നേരമില്ല. എന്തോന്ന് വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എവറിതിങ് വാസ് റെഡ്യൂസ് ടു എനർജി, ഡിസപ്പിയറായി. ഇങ്ങനെ അതാണ് കാലാഗ്നി. അത് ഇപ്പോൾ മനസ്സിലായ ഒരു റഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി അഗ്നി എന്നുള്ളത് പഞ്ചഭൂതത്തിലൊരു അഗ്നി വരുന്നത് അത് ആർഡിനറി അഗ്നി. ഓക്കെ. അപ്പോൾ ഇതിൽ ഇവർ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ കൗണ്ട് ഡൗൺ കണ്ടുപിടിച്ചു. കൗണ്ട് ഡൗൺ വന്നപ്പോൾ എല്ലാവരും അവർ ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റ് അല്ലേ, 300 പേരും ക്രിസ്ത്യനാണ്. ഇങ്ങനെ നോക്കി അവർ വിചാരിച്ച് ഒരു ജീസസിൻ്റെ ഒരു പടം വരും. അവർക്ക് അതല്ലേ അപ്പോൾ ഈ ജീസസ് പടമേ അത് ഒരു
ഇവർ പിന്നെ ലിയനാർഡോ ഡാവിൻസി ഇവരൊക്കെ വരച്ച പടമാണത്. അങ്ങനെ ജീസസ് എങ്ങനെ ഇരുന്ന് ആരും കണ്ടിട്ടില്ല, അപ്പോൾ ഫോട്ടോഗ്രാഫി ഒന്നുമില്ല. അത് വരുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇത് വെച്ചാൽ പെട്ടെന്ന് പിന്നെ നടരാജർ ഒന്ന് ആടുകയാണ്. എന്തെന്ന് നടരാജർ ആടുകയാണ്, ഇങ്ങനെ തീരമാർ ഇങ്ങനെ വന്ന് അതേ സ്ട്രക്ചർ അതേ സൈസ് വന്ന് ആടുന്നപ്പോൾ അവർ എഴുതി വെച്ചു. എന്താണെന്ന് എഴുതി വെച്ച്, ഗാഡ് എന്തോന്ന് നടരാജർ തന്നെ എന്ന് എഴുതി വെച്ചു. ഗോഡ് എന്ന് പറഞ്ഞാൽ നടരാജർ തന്നെ എന്ന് പറഞ്ഞാൽ അവർ റിപ്പോർട്ട് കൊടുത്ത്. പിന്നെ ഇന്ത്യയിലും ചോദിച്ചു, ഒരു നടരാജർ വിഗ്രഹം ചെയ്ത് അവിടെ വച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഗോഡ് എന്ന് വെച്ചാൽ ഇതാണെന്ന് പറഞ്ഞ് ഇത് അവർ പറഞ്ഞു. അതിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. അതാണ് യോഗ, ശിവയോഗൻ്റെ ബേസിക് അവരിലുള്ള തത്വങ്ങൾ. അതിൽ പഞ്ചഭൂതവും ദേവതകൾ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ശിവയോഗത്തിലും ഷഡ്ചക്ര നിരൂപണവും നല്ല തറവ് പഠിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ശരി. ഇപ്പം നമ്മളിപ്പോൾ വന്ന ഗാഡ് പാർട്ടിക്കിൾ ഇങ്ങനെ കാലാക്കിനി എന്ന് ഒരു അഗ്നി ഉണ്ടെന്നുള്ളത് കാണിക്കാറുണ്ട്. അത് പറഞ്ഞു. ഗാഡ് പാർട്ടിക്കിളിൽ സകല ഗതികളും കൺട്രോൾ ചെയ്ത 9 അംശം നയൻ 9 എനർജി ചേർന്നിട്ടുള്ള ഒറ്റ എനർജിയാണ് നടരാജർ ശിവം. എന്തോന്ന് നടരാജർ ശിവം എന്ന് പറഞ്ഞ എനർജി. ശിവൻ എന്ന് പറയുമ്പോഴാണ് സഗുണം. നിങ്ങൾ പുലിത്തോൽ കൊടുത്തിരിക്കുന്നു, കയ്യിൽ ശൂലായുധം വെച്ചിരിക്കുന്നു, അത് സഗുണ ഉപാസന. എന്തോന്ന് സഗുണ ഉപാസന. മറ്റേ ഇത് ഹൈ ലെവലിൽ ഉള്ളത് എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ ഹിന്ദു മതത്തിൽ രൂപ വഴിപാട് ഇല്ല. ആലോചിച്ച് നോക്കും. എന്നാൽ ഇപ്പം മുസ്ലിം വന്ന് ശിലാരൂപത്തെ ഉടച്ച് ഇവിടെയും ശിലാരൂപം ആവശ്യമില്ലാത്ത ഒന്നാണ്. ഹൈ ലെവലിൽ ശിലാരൂപം ഇല്ല, ലോയറിലാണ് ഉള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യൻ അവർ ഹിന്ദുക്കളിൽ ഇവർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിന് വേണ്ടിയാണ്, ഒരു ലോയർ ലെവലിലുള്ളവർക്ക് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ശിലാരൂപം. അതും ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻ ഉള്ളത്. ഹൈ ലെവലിൽ പോയാൽ നിങ്ങൾക്ക് ന്യായം, വൈശേഷികം, മീമാംസ, ഉത്തരം, സാങ്ക്യം, യോഗം, അതിൽ രൂപമില്ല.